ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് സിമുലേറ്റർ എന്നാണ്. ഫാഷൻ സ്റ്റോർ സിമുലേറ്റർ. ഇത് ഗൂഗിൾ പ്ലേയിൽ കിട്ടും. നമ്മുടെ ഫാഷൻ സ്റ്റോർ ഗെയിമിൽ അടിക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ ഇതാണ് എൻ്റെ കട, കൃതിക എന്ന് പറയുന്ന സ്റ്റോർ സിമുലേറ്ററാണ്. ഞാനിപ്പോൾ ലെവൽ 10 ആണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ തോട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ട്യൂട്ടർ പോലെ കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. ഇതെൻ്റെ കടയിലേക്ക് അവർ തന്നിരിക്കുന്ന കുറച്ച് ക്യാഷസാണ്. ഇവർക്കാണെങ്കിൽ ഞാൻ ഒരു ദിവസത്തേക്ക് 10 ഇത് എനർജി കൊടുക്കണം. ഇയാൾക്കാണെങ്കിൽ 10 ദിവസത്തേക്ക് 50 എനർജി. ആൻഡ് ഇവർക്കാണെങ്കിൽ ഒരു റീല് കാണേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആഡ് കാണേണ്ടി വരും. ഞാനെപ്പോഴും മെജോറിറ്റി ഇവരെയാണ് വയ്ക്കാറ്. ഞാനിപ്പോൾ എൻ്റെ കടയിലെ എല്ലാ സ്റ്റോക്കും തീർന്നിരിക്കുകയാണ്. ക്ലോസ്ഡുമാണ് കട. ഇതാണ് കട. നമുക്കിതിൻ്റെ ഫ്ലോറും ഇൻറ്റീരിയറൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഓർഡർ ചെയ്യാം സ്റ്റോക്ക്. എനിക്കിവിടെ ആകെ വന്നിരിക്കുന്നതിൽ ഐ തിങ്ക് ഇതെന്താ, ഈ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കെടുത്തൊന്ന് ഇടാം. ഇത് എനിക്ക് ആഡ് കണ്ടപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്ക് എടുത്തിട്ട് പ്ലേസ് ഇവിടെ പ്ലേസ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്കിത് കൊണ്ട് കളയാം. ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം. ഓക്കെ, നമുക്ക് ഡ്രസ്സിന് നമുക്ക് പ്രൈസ് കൂടെ സെറ്റ് ചെയ്യാം. കാരണം അതിന് പ്രൈസ് കുറച്ച് കൂട്ടി വയ്ക്കും. ആൾക്കാർ എന്നവരെന്ന് പറയും കേസ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇത്രയും ലാഭം വേണ്ട. ഇങ്ങനെ നമുക്ക് 98% സെയിൽസിൻ്റെ ചാൻസ് പറഞ്ഞു മതി. അത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇതിലൊരു ചപ്പലാണ് ഞാൻ അറിയാണ്ട് ഓർഡർ ചെയ്തത്. പക്ഷെ ചപ്പൽ വയ്ക്കാനുള്ള സ്റ്റാൻഡൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത് നമുക്ക് പർച്ചേസ് ചെയ്യണം. നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇത് ലൈസൻസ് എടുക്കാറുണ്ട്. ബട്ട് ലൈസൻസ് എടുത്തിട്ടില്ല. ലൈസൻസ് എടുക്കാൻ പൈസ കുറവാണ്. ഈ ഫർണിച്ചർ എന്നിട്ട് ഇത് സോക്സ്, ഫുഡ്വെയറിൻ്റെ ഇതാണ്. പക്ഷേ ഇത് 800 രൂപയാണ്. നമുക്ക് 800 രൂപ ഇപ്പം എടുക്കാനായിട്ട് ഉണ്ടായിട്ടില്ല. സോ നമുക്കിപ്പോൾ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ഇത്ര നമുക്ക് ഓർഡർ ഇപ്പോൾ 206 ആണ് ആയത്. നമുക്കത് ഓർഡർ കൺഫേം ചെയ്യാം. ബാക്കിയെല്ലാമൊക്കെ ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ എങ്ങനെ വർക്കാവുമെന്ന്. 248 രൂപയാണ് ഒരെണ്ണം ഓർഡർ ചെയ്യില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ പൈസ കിട്ടുമെങ്കിലോ. അപ്പോൾ എൻ്റെ ബാലൻസ് ആണ് $199.19. അത് സീനാണ്. ഇനി നമുക്ക് പെട്ടികൾക്ക് വന്നാലേ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ കച്ചവടം പോക്കാണ് വെച്ച് നമുക്ക് കച്ചവടമൊന്നുമില്ല. സോ നമുക്കിനി പെട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഇവളെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം ആദ്യം. ഇവളെ ഇച്ചിരി ആഡ് കണ്ടാലും കുഴപ്പമില്ല. ഇവളെ അപ്പോയിൻറ്റ് ചെയ്യാനാണ് നല്ലത്. ബിക്കോസ് നമ്മുടെ കട എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കട എങ്ങനെയുണ്ടെന്ന്. ലെവൽ 1 ഞാൻ കളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സാധനം വന്നു. അതാ ഇവിടെ കൊണ്ടിട്ടിട്ട് വരും. എന്ത് പോയി കാണിക്കും. ഇവന്മാർക്ക് കളിക്കാത്തോട്ട് നമ്മൾ കട വേലങ്ങെടുക്കണം. ഇതിലൊരു സീനെന്ന് പറഞ്ഞാൽ ഒരേ ഡ്രസ്സ് മാത്രമേ ഒരേ കൗണ്ടറുള്ളത്. ഉയരത്തിൽ പാവം അത് മാത്രം ഇട്ട്. ഇത് വേണമെങ്കിൽ ഇപ്പോൾ താഴെ ഇടാൻ പറ്റും.
പക്ഷെ നമുക്ക് ഒരേറ്റ് ഇടാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് അറിയിച്ചു. ഓക്കെ, സോ നമുക്ക് ബോക്സ് എനിക്ക് അടയ്ക്കാനൊന്നും നമുക്ക് ട്രാഷ് ഇടാം. അടുത്തേക്കോട്ട് അടുത്തത് വരാൻ 1.5 മിനിറ്റ് ഉണ്ട് ഗൈസ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഉള്ളത് വിറ്റാലോ. നമുക്ക് ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കണം. നോക്കട്ടെ, 1.45. നമുക്കിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതൊന്ന് വിറ്റ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അടുത്തുള്ള എല്ലാ പൈസ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആൾക്കാർ തള്ളക്കേറി വരും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകും. ഇന്നവർക്ക് ലോകത്തൊന്നും കടയില്ലാത്തത് എൻ്റെ കടയിൽ വന്ന് സാധനം മേടിക്കും. കണ്ടോ ബഡ്ജറ്റില്ല, നിന്ന് ഇറങ്ങി പോടോ. തനിക്ക് ഡ്രസ്സ് വേണമെങ്കിൽ വേണ്ട, വന്ന് നോക്കിയിട്ട് കുറ്റം പറഞ്ഞിട്ട് പോകും. ഉള്ള മാന്യൻ വന്ന് ഡ്രസ്സ് എടുത്തിട്ട് പൈസ വരും. വീണ്ടും വരുന്ന നമ്മൾ നൈസ് ഡീലായിരുന്നു. എത്ര കൊടുക്കേണ്ട? 55. ഓക്കെ, ഈ സാറ് പാവട്ടോ, എല്ലാം വന്ന് എടുക്കും. മാഡമാണ് പുതിയ ഡ്രസ്സ് പർച്ചേസ് ചെയ്തത്, അഭിപ്രായം അറിയിക്കണം മാഡം. നമുക്ക് എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സാറ് വന്നവരെന്നെ ചിലപ്പോൾ വീണ്ടും വരും കേട്ടോ. ഇതിലങ്ങനെ 2-3 ക്യാരക്ടേഴ്സേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ടത് 11 നമ്മൾ ക്യാഷ് 140 കൂടി, എനർജി 10 കൂടി. എനർജി വെച്ച് ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ, ഇവന്മാർ പണി തരും. എനർജി വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എനർജി ഉപയോഗിക്കാറേ ഇല്ല. പെട്ടെന്ന് തരും ഒന്ന്. അവളെ വച്ച ഇതാണ്, എനിക്കൊന്നും അറിയണ്ട. അവളെ വയ്ക്കാന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ കാശ് കുറവാണ്. സോ ഇവർ കുറേ പെനാൽറ്റിയൊക്കെ കിട്ടും. നമ്മൾ കടയിൽ വില കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൈൻഡില്ല, വേണമെങ്കിൽ എടുത്തിട്ട് പോകാൻ പറയും. പുതിയ ഡ്രസ്സിന് നല്ല സെയിൽസ് ഉണ്ട് കേട്ടോ. ഇവന്മാരെ പ്രത്യേകത, നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ വില കൂടിയ ഇതെടുത്ത് പെട്ടെന്ന് പോകും, നമുക്ക് പൈസയും കൂടും. പുതിയ സെയിൽസ് എല്ലാം പോയി, സ്റ്റോക്ക് ഔട്ടാക്കും. ഇന്നത്തെ ദിവസം തീരാറായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നതൊക്കെ വന്നിട്ട് സ്റ്റാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത ഇതിൽ കാണിക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. നമ്മൾ എനിക്കും ബോറടിക്കാതിരിക്കത്തുള്ളൂ. എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അധികം കോംപ്ലക്സ് ഇഷ്യൂസൊന്നും ഇല്ലാത്തൊരു ഗെയിമാണ്. നല്ല ചില്ലായിട്ട് നമുക്കൊരു സന്തോഷം കിട്ടും ഗെയിം കളിക്കുമ്പോൾ. ടിപ്പിക്കൽ ഒരു അഡൽട്ട് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതായിരുന്നു നമുക്കിനി ഔട്ട്. ഇന്നത്തെ കച്ചവടമാണ് 411 രൂപയാണ്. ഇന്നത്തെ കച്ചവടം 236. അതിൽ ടാക്സ് 23 പിടിച്ചു. നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയാതെ സ്കിപ്റ്റ് മോർണിംഗ് അടിച്ചിട്ടു, അതുകൊണ്ടാണ് അത് വന്നത്. എന്തായാലും അവനോട് കച്ചവടം ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ
ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. നമുക്ക് അതിൽ ബാക്കിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ എത്ര ഷർട്ടുണ്ട്, 4 ബ്ലൂ ഷർട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് കുറേ ബോക്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റാക്ക് ചെയ്യണത് ഇതിൽ വേണ്ടല്ലോ അല്ലേ, അടുത്തതിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.